ഇതെൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെ ഗാർഡനാണ് കേട്ടോ. ഒല്ലൂരാണ് വീട്. അപ്പോൾ ഒരുപാട് നല്ല നല്ല ചെടികൾ അവളുടെ കളക്ഷനിലുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ബൊഗെയിൻ വില്ലകളാണ്. ബൊഗെയിൻ വില്ലകളൊക്കെ നിറച്ചിങ്ങനെ പൂവിട്ടിട്ടാണ് നിൽക്കണേ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. വെള്ളകൾ തന്നെ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. പല കളറുകളുണ്ട്. വെള്ളയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മുടെ പിങ്ക് കളറ്, ലൈറ്റ് പിങ്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളറുകൾ അവളുടെ കളക്ഷനിലുണ്ട്. ചട്ടികളൊക്കെ ഒരേപോലത്തെ കളറുകളിലൊക്കെ ആക്കി നല്ല നീറ്റാക്കിയിട്ട് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് അത്. അപ്പോൾ നിറച്ച് പൂവിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടിൻ്റെ സമയമല്ലേ. അപ്പം അത് കാരണം ബൊഗെയിൻ വില്ലയൊക്കെ നിറയെ പൂവിട്ടിട്ടാണ് ഇരിക്കണേ. നല്ല അടിപൊളിയായിട്ട് നന്നായി നോക്കുന്നുണ്ട് കേട്ടോ. ഗാർഡൻ നന്നായി ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് നന്നായി നോക്കിയിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പോസ്റ്റ്, വെജിറ്റബിളിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളം അതൊക്കെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ 19 അടിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് നോക്കിയിട്ടിരിക്കണേ. ഒരേപോലെ യൂണിഫോമിലാണ് എല്ലാ ചട്ടികളും ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം പല തരത്തിലുള്ള ചെടികളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചെടികളാണ്. കുറേ ഏരിയ ഉണ്ട് അവർക്ക് ഗാർഡൻ. എല്ലാ വെറൈറ്റി ചെടികളും ഉണ്ട്. കലാത്തിയകളും അതുപോലെ അഗ്ലോണിമ, പിന്നെ കള്ളിച്ചെടികൾ തന്നെ ഒരുവിധം ഉണ്ട്. കള്ളിച്ചെടികളൊക്കെ ഇപ്പോൾ നാശമായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്നാലും ഒരു വിധത്തിലുള്ള ചെടികൾ മുഴുവനും ഒരു ഏരിയ മുഴുവനും ബൊഗെയിൻ വില്ല വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചെടിയാണല്ലോ. ഇനി മിക്സ് ആൻഡ് മാച്ചുള്ള ചെടികളാണ്. പലതരത്തിലുള്ള ചെടികൾ, കലാത്തിയകൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് തുടങ്ങിയിട്ടുള്ള ചെടികളാണ് അടുത്തതായിട്ട്. പിന്നെ കുറേ അഡീനിയംസ് ചെറിയ ചട്ടികളിലാണ് ഇരിക്കണേ. അത് വേറെ ഒരു സ്ഥലത്ത് അഡീനിയത്തിൻ്റെ മാത്രമായിട്ടുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഹാങ്ങിങ് പ്ലാന്റ്, അതിൻ്റെ മൊത്തം ഹാങ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ പ്ലാന്റാണ്. അപ്പം അത് വളരെ കുറച്ച് പഴക്കമുള്ള ചെടികളാണത് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കിളികളൊക്കെ കൂട്ടുണ്ട്. പിന്നെ നമ്മുടെ ZC പ്ലാന്റ്, അങ്ങനത്തെ ചെടികളാണ് ഒരു സെക്ഷനായിട്ടിരിക്കുന്നത്. പിന്നെ കുറേ നമ്മുടെ ക്ലേയുടെ സംഭവങ്ങളൊക്കെ ഇതിലിട്ടുണ്ട്. ടെറാക്കോട്ടയുടെ സംഭവങ്ങളൊക്കെ അവളുടെ ഈ ഇതിൽ വെച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. വേനൽക്കാലത്തായാലും അധികം ഉണക്കമൊന്നും ചെടികൾക്ക് പറ്റിയിട്ടില്ല. നല്ല ഭംഗിയായിട്ടാണ് നിൽക്കണേ. പിന്നെ ഈ ഹാങ്ങിങ് പ്ലാന്റുകൾ കണ്ടില്ലേ. അപ്പോൾ ഈ കലാത്തിയകൾക്കൊക്കെ അഗ്ലോണിമയ്ക്കൊക്കെ കുറേശ്ശെ വെയിൽ കൂടുതലായിട്ടാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ചെടികളുടെ ഇലകൾക്കൊക്കെ ചെറിയൊരു കരിച്ചിൽ പോലെ കാണാനുണ്ട്. പിന്നെ കുറേ ഫേൺ വെറൈറ്റികളുണ്ട്. ഏത് തരം ചെടികളും ഇവിടെ സ്റ്റോക്കാണ്. സെയിലൊന്നും അല്ല കേട്ടോ. അത് വീട്ടിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ചെടികളാണ്. അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് കാണാനുണ്ട അടിപൊളിയായിട്ട് നിൽക്കണില്ലേ ഇത്. അത് കുറേ ഉണ്ട്. അവിടെ നീളത്തിലുള്ളൊരു വരാന്ത ആയതുകൊണ്ട് അവിടെ നിറയെ അത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കിളികളൊക്കെ കൂട്ടി നല്ല ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കിളികളുടെ ശബ്ദം, കോലാഹലമാണ് ഇവിടെ കേൾക്കുക. പിന്നെ ഈ ഡാൻസിങ് ഡോളിൻ്റെ ഓർക്കിഡ് ഈ ചട്ടിയിൽ, ഈ സ്റ്റാൻഡിലിരിക്കുന്ന ചട്ടിയിലുള്ളത്. പിന്നെ കലാത്തിയകളാണ് ഈ സെക്ഷനിൽ വരുന്നത്. സാധാരണ കലാത്തിയകളുണ്ട്. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ.
പിന്നെ ഓർക്കിഡുകൾ വേറെ സെക്ഷനിലുണ്ട്, എന്നാലും ഈ ഭാഗത്തും ചെറിയതായിട്ട് ഓർക്കിഡുകൾ വെച്ചിട്ടുണ്ട്. വെയിൽ കൊണ്ടാൽ കുഴപ്പമില്ലാത്ത മോഡൽ ഓർക്കിഡുകളാണ് ഈ സൈഡിലിരിക്കുന്നത്. പിന്നെ അരേലിയ ചെടികളുണ്ട്. എഗ്ലോണിമയുടെ സെക്ഷനാണിത്. കലാത്തിയ എഗ്ലോണിമയൊക്കെ ആയിട്ട് ഈ സൈഡ് മൊത്തം അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലും മൺചട്ടിയാണ് അടിയിൽ ഉപയോഗിക്കുന്നത്. മുകളിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളച്ചട്ടികളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റുകളാണ്. അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ. പല വെറൈറ്റി സ്നേക്ക് പ്ലാന്റുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഗാർഡനാണ്. ഇഷ്ടംപോലെ ചെടികളാണ്, കുറേ ചട്ടികളുണ്ട്. നനയ്ക്കാൻ തന്നെ ഒരു 2 മണിക്കൂർ സമയം നനയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ടെറാക്കോട്ട ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും സ്നേക്ക് പ്ലാന്റിൻ്റെ പല വെറൈറ്റീസാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണേ. പിന്നെ അതിൻ്റെ താഴെ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ വെറൈറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്നേക്ക് പ്ലാന്റും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ തരം ചെടികളും സാധാരണ ചെടികൾ, പാം, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ബ്രൊമീലിയ ചെടികളുടെ കളക്ഷൻ അധികം ഇല്ലെങ്കിലും അതും ഒരു വെറൈറ്റി ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് അവളുടെ മുറ്റത്തിൻ്റെ വ്യൂ, സിറ്റ് ഔട്ടിലത്തെ വ്യൂ. ഒരുപാട് ടെറാക്കോട്ടയുടെ കളക്ഷനും ഉണ്ട് കേട്ടോ. എല്ലാ മോഡലും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഈ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കൊങ്ങിണിയുടെ കളക്ഷൻ, അത് 1-2 കളറുള്ളൂ, കുറേ ഉണ്ടായിരുന്നതാണ്, അതൊക്കെ പോയതുകൊണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അഡീനിയത്തിൻ്റെ സെപ്പറേറ്റ് സെക്ഷനാണ് ഇവിടെ. അതിനെല്ലാത്തിനും ഒരേപോലത്തെയുള്ള ചട്ടികളിൽ എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ പൂക്കളൊക്കെ കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ അധികം ഇല്ല, 1-2 എണ്ണത്തുമ്പോൾ മാത്രമേ പൂക്കൾ കാണാനുള്ളൂ. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ബോൺസായികളുണ്ട്, 1-2 ബോൺസായി. പിന്നെ ഈ ഒരു ഫേണ് എന്താ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ കള്ളിച്ചെടികളുടെ ഒരു സെക്ഷൻ, അതും അതുപോലെ തന്നെയുള്ള ടെറാക്കോട്ടയുടെ ചട്ടികളിൽ തന്നെയാണ് അതും കളക്ട് ചെയ്തിരിക്കുന്നത്. കള്ളിച്ചെടികളുടെ ഒരു സെക്ഷനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ കള്ളിച്ചെടിയൊക്കെ നാശമായിപ്പോയി എന്നാണ് പറഞ്ഞത്. എല്ലാ ചട്ടികളിലും ഉണ്ടെന്നാലും കുറേശ്ശൊക്കെ. കള്ളിച്ചെടികൾ തന്നെ കുറേ ഉണ്ട്, ഒക്കെ കുറച്ച് പഴക്കമൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ അധികം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചിലതൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട്. ഈ ചട്ടിയിലത്തൊക്കെ കുറച്ചൊക്കെ ചീഞ്ഞ് പോയിട്ടുള്ളതാണ്. ഇനി ഇതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ സെക്ഷൻ വരുന്നത്. ചില ഓർക്കിഡുകളുമൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ നല്ലോണം വായുസഞ്ചാരമുള്ള ചട്ടികൾ വേണമല്ലോ. അപ്പോൾ അതിന് പ്ലാസ്റ്റിക് ചട്ടി അധികം വെയിറ്റ് ഇല്ലാത്തത് നോക്കിയിട്ട് ഹാങ് ചെയ്തിടാനുള്ളത് കൊണ്ട് പിന്നെ കരിയും ഇഷ്ടികയുടെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നിറച്ചിട്ട് ഓർക്കിഡിൻ്റെ സെക്ഷനും ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ എയർ പ്ലാന്റുകളും ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ സാധാരണ ചെടികളാണ്. ഫിഗ്, എല്ലാതരം ചെടികളും ഉണ്ട് ഇവിടെ. ഇതാണ് കള്ളിച്ചെടികളുടെ സെക്ഷൻ മൊത്തത്തിലുള്ള വ്യൂ. പിന്നെ നമുക്കിത് നീളത്തിൽ ആ വരാന്ത മൊത്തത്തിൽ കാണാനുള്ളതാണ് നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ്. ഒരേപോലെയുള്ള ചെടികളാണ് എല്ലാം കേട്ടോ. കുറച്ച് പഴക്കമുള്ളതാണ്, കുറേ നാളായിട്ടൊക്കെയുള്ള കളക്ഷനാണ്. അപ്പോൾ അതിങ്ങനെ നീണ്ടു വരുന്നത് മുഴുവൻ അതുമ്പോൾ കൂടെ ചുറ്റി ഇട്ടിട്ടാണ് ഇങ്ങനെ നല്ല ഉണ്ട ഷേപ്പിലായിട്ട് ഇരിക്കണം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? അടിപൊളിയായിട്ടില്ലേ കളക്ഷൻ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് നടത്തണം. അതുപോലെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ഒരു ഉഗ്രൻ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.